ഫ്ലാഷ് ബാക്ക്. പക്ഷെ ഈ ഒരു വ്യക്തി, ഈ നന്ദിനി റെഡ്ഡി, ഞാൻ പേരെടുത്ത് പറയട്ടെ, ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കിപ്പോഴും. എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. എല്ലാവർക്കും ഹായ്, എന്റെ പേര് നന്ദിനി റെഡ്ഡി എന്നാണ്. അതേ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ നന്ദിനി റെഡ്ഡി ഞാൻ തന്നെയാണ്. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഈ അവന്റെ കുണ്ടന്റെ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ, അണ്ടിക്കറുപ്പല്ലാത്ത ഒരുത്തൻ, അവന്റെ ഉമ്മ, പാവ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് 2 ദിവസം മുമ്പ് അയച്ചു കുറച്ച് വോയിസ് മെസ്സേജ്. 2 ദിവസം മുമ്പത്തെ ഇത് കേട്ട് നോക്കണം. നിങ്ങൾ അനിലെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ കേൾക്കണം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോരാ, അവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് എല്ലാവരും പീത്തുന്നുണ്ടല്ലോ. വീട്ടു മാഷേ, എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാൻ എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുറഞ്ഞ തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും ഞാൻ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്നിട്ട് നമ്മളത് നോക്കിക്കഴിഞ്ഞവിടെ അവൻ ഡിലേറ്റ് ആക്കി കളി. അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തള്ളൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചപ്പോ അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കരക്കയിടൂല. ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ, ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോടെയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞങ്ങൾക്ക് മാനം നാളുണ്ട്, പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. അതിലൊരു വീഡിയോ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ കൊടുക്കണ അടിയടിനെ പിടിച്ചിട്ട് 2 പിടിച്ച് കൊടുക്കണം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. 2 വീടുകൾ കാക്കണം. അവൻ പെണ്ണാവൂല, അവൻ ആണല്ലാവുള്ളൂ. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്. ആൾക്കാരൊക്കെ എന്തിനാ ഇങ്ങനത്തെ എന്താ പറയാ ഇവനെ വിളിക്കാൻ പറ്റിയൊരു തെറി ഗൈസ്. എന്റെ നാവില് നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഇവന് പുലരിക്കുണ്ടൻ, പുലരിക്കുണ്ടൻ, ഇവനെ പോലത്തെ പുലരിക്കുണ്ടനൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നു? ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. നീ എവിടെയെങ്കിലും നീ ചെലച്ചെന്നറിഞ്ഞെങ്കിൽ ഞാൻ വരും നിന്നെ കാണാൻ. ഓക്കെ, അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനെ, ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാം. എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങണി. ഇനി വരുന്ന ആപ്പിലാവും.